നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നിവേദ്യമെല്ലാം ഏവർക്കും വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രവും അതിന്റെ പരിസരവും അമ്പലവും ഒക്കെ തന്നെ എല്ലാവർക്കും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പോഴിത് അവിടെ നിന്ന് വരുന്നത് ചില ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഗുരുവായൂർ ശ്രീകോവിലിനകത്ത് നിന്നും കൊണ്ടുവന്ന നിവേദ്യത്തിൽ പവർ ബാങ്ക് കണ്ടെത്തിയതിനെ തുടർന്ന് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കേസെടുത്ത പോലീസ് പവർ ബാങ്കിന്റെ ഉടമയായ കീഴ്ശാന്തി നമ്പൂതിരിയെ കണ്ടെത്തി മൊഴിയെടുത്ത് വിട്ടയച്ചു. വെറ്റിലയും അടക്കയും കൊണ്ടുവന്ന കവറിൽ അബദ്ധത്തിൽപ്പെട്ടതാണ് പവർ ബാങ്ക് എന്ന കീഴ്ശാന്തി മൊഴി നൽകി. പൂജായോഗ്യമല്ലാത്ത വസ്തു ശ്രീകോവിലിൽ എത്തിയതിനാൽ പുണ്യാഹം നടത്തിയ ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് അടക്കമുള്ള ചടങ്ങ് തുടർന്നത്. വെള്ളിയാഴ്ച രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നിവേദ്യം ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് നിവേദിച്ച അടയ്ക്ക, വെറ്റില എന്നിവയുടെ മുകളിൽ പഴത്തിനടിയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ പവർ ബാങ്ക് കണ്ടെത്തിയത്. ഉടൻ ചീഫ് സെക്യൂരിറ്റി ഓഫീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കീഴ്ശാന്തിമാർ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ പാരമ്പര്യ പ്രവൃത്തി ചെയ്തു വരുന്നവർ മാത്രമേ അത്താഴ പൂജ സമയത്ത് നാലമ്പലത്തിനകത്ത് ഉണ്ടാവുകയുള്ളൂ. നാലമ്പലത്തിനകത്തുള്ള വഴിപാട് വന്ന സാധനങ്ങൾ പുറത്തു കൊണ്ടുവന്ന് വെച്ച് നാലമ്പലം വൃത്തിയാക്കിയ ശേഷമാണ് അത്താഴ പൂജ നടക്കുക. കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് നിവേദ്യ സാധനങ്ങൾ ഒരുക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തരെ മുഴുവൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്നാൽ ജീവനക്കാർ, കീഴ്ശാന്തിമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിശോധന പതിവില്ല. വിവാദമായ ശേഷം പവർ ബാങ്ക് തന്റേതാണ് എന്ന വിവരം ഈ കീഴ്ശാന്തി തന്ത്രിയെ അറിയിച്ചിരുന്നതായാണ് വിവരം. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ കലവർ വാതിലിന് സമീപം ഇന്നലെ പുതിയ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചു. പൂജായോഗ്യമല്ലാത്ത വസ്തു കണ്ടെത്തിയതിനായിരുന്നു പുണ്യാഹം. ഗുരുവായൂർ ദേവസ്വം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണം കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ടെന്നിരിക്കെയാണ് ഈ കനത്ത സുരക്ഷാ വീഴ്ച. 24 മണിക്കൂറും നിരീക്ഷണത്തിലായിരുന്ന സദാ പോലീസ് കാവലിലാണ് ഈ ക്ഷേത്രം. മെറ്റൽ ഡിറ്റക്ടർ വഴി പ്രവേശിക്കുമ്പോൾ പേഴ്സും ബാഗുമായി വരുന്ന ഭക്തർക്ക് പോലും ഇവിടെ വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ പലപ്പോഴും മെറ്റൽ ഡിറ്റക്ടർ വാങ്ങിക്കൂട്ടുന്നത് ഇവിടെ പതിവാണെങ്കിലും പർച്ചേസ് കഴിഞ്ഞാൽ ഉപകരണങ്ങൾ പലതും നോക്കുകുത്തികളായി മാറുന്ന കാഴ്ചയാണ് പതിവാകുന്നത്. 1.5 കോടി രൂപ ചിലവഴിച്ച് അടുത്തിടെ വാങ്ങിയ ഡിറ്റക്ടർ ഇതുവരെ പൂർണ്ണമായും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എന്നാണ് വിശദീകരണം.